DCC ജനറൽ സെക്രട്ടറിയും മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അരൂര് തുറവൂർ ദേശീയ പാത നിർമ്മാണത്തിനിടയിൽ കഴിഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ദുരന്തപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഒരാൾ എന്ന നിലയിലുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അരൂർ തുറവൂർ റൂട്ടിൽ നാഷണൽ ഹൈവേയിലൂടെ കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയിൽ സഞ്ചരിച്ചവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ബുദ്ധിമുട്ടുകളും അരൂരിൽ നിന്നും തുറവൂർ വരെയുള്ള നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ബുദ്ധിമുട്ടുകളുടെ ഒരു നേർക്കാഴ്ച ജനങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2023 ഫെബ്രുവരി മാസത്തിൽ ആരംഭിച്ച ഈ നിർമ്മാണ പ്രവർത്തനം NHAIയുടെയും കരാർ കമ്പനിയുടെയും ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ടും അശാസ്ത്രീയത കൊണ്ടും ഇതിനകം പൊലിഞ്ഞു വീണത് 30ഓളം മനുഷ്യ ജീവനുകളാണ്. നൂറുകണക്കിന് പേർ അപകടങ്ങളിൽപ്പെട്ട് വിവിധ ആശുപത്രികളിലായി. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള താമസക്കാർ മഴക്കാലത്ത് ചെളിവെള്ളം കയറിയും വേനൽക്കാലത്ത് പൊടിപടലങ്ങൾ അടിച്ചും നിത്യരോഗികളായി മാറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ റോഡിന്റെ ഇരുവശങ്ങളിൽ ഉണ്ടായിരുന്ന നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ അശാസ്ത്രീയത മൂലം പൂട്ടേണ്ടി വന്നു. അവരുടെ കുടുംബങ്ങൾ സാമ്പത്തിക ബാധിതരായി അനാഥരായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അരൂരിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ദിവസങ്ങളോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോജക്റ്റിന്റെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ അറിയുന്നതിന് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് 6-lane elevated corridor along with the development of existing 4-lane road at ground level from Arur to Thoravur Tek section of NH66 length 12.752 kilometers under Bharatamala Pariyojana in the state of Kerala on EPC mode. ഇതാണ് പ്രോജക്റ്റിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. അതായത് അരൂർ തുറവൂർ 6 വരി ഉയരപ്പാത നിർമ്മാണവും നിലവിലുള്ള 4 വരി NHന്റെ ഗ്രൗണ്ട് ലെവൽ വികസനവും എന്നതാണ് പ്രോജക്റ്റിന്റെ യഥാർത്ഥ പേര്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. അരൂർ തുറവൂർ 6 വരി ഉയരപ്പാത നിർമ്മാണവും നിലവിലുള്ള 4 വരി NHന്റെ ഗ്രൗണ്ട് ലെവൽ വികസനവും എന്നതാണ് പ്രോജക്റ്റിന്റെ പേര്. നമ്മുടെ രണ്ടും കൂടുന്നതാണ് ഒരു പ്രോജക്റ്റ്. ഉയരപ്പാതയും നിലവിലുള്ള റോഡിന്റെ വികസനവും കൂടി ഒന്നിച്ചു കൂടുന്നതാണ് ഈ പ്രോജക്റ്റ്. NHന്റെ ഗ്രൗണ്ട് ലെവൽ പ്രോജക്റ്റിന്റെ വികസനം മറച്ചുവെച്ച് പ്രോജക്റ്റിൽ ഉയരപ്പാത നിർമ്മാണം മാത്രം പറയുകയാണ് NHAIക്കാരും കരാറുകാരും. ജനങ്ങളെയും മാധ്യമങ്ങളെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിനെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉയരപ്പാത പത്രങ്ങളിൽ വാർത്ത വന്നാലും മാധ്യമങ്ങളിൽ വാർത്ത വന്നാലും സംസാരിച്ചാലും പ്രസംഗിച്ചാലും മീറ്റിങ്ങുകളിലെല്ലാം ഉയരപ്പാത നിർമ്മാണം എന്ന ഒറ്റ പേര് പറയുന്നു. അവർ മനഃപൂർവ്വം തന്നെ അതോടൊന്നിച്ചുള്ള നിലവിലുള്ള NHന്റെ വികസനം എന്ന് പറയുന്ന ആ പ്രോജക്റ്റിന്റെ ഭാഗമായത് മറച്ചുവെക്കുന്നു. അരൂര് മുതൽ തുറവൂർ വരെയുള്ള 6 വരി പാത നിർമ്മാണത്തിനും 4 വരി NHന്റെ ഗ്രൗണ്ട് ലെവൽ നിർമ്മാണത്തിനും വേണ്ടി അനുവദിച്ചുള്ള 1668 കോടി രൂപയാണ്. 166850 കോടി രൂപയാണ്. അതായത് 1 മീറ്റർ ആകെ നിർമ്മാണത്തിന് 1 മീറ്റർ നിർമ്മാണത്തിന് പ്രവർത്തനത്തിന് വേണ്ടി വരുന്നത് 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം രൂപ. അരൂർ തുറവൂർ 6 വരി ആകാശപാതയുടെയും 4 വരി NHന്റെയും വികസനം എന്ന പ്രൊജക്ട് എങ്ങനെ തുടങ്ങണം എന്ന് തീരുമാനമെടുക്കുന്നതിൽ NHAIക്കും കരാർ കമ്പനിക്കും വന്ന അതീവ ഗുരുതരമായ വീഴ്ചയാണ് ഇന്നേ വരെ നമ്മളെ പോലെയുള്ള ജനങ്ങൾ അനുഭവിച്ചതും ഇനി നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അനുഭവിക്കാൻ പോകുന്നതും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആരംഭിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരപാതയാണ് പൂനെ നാസിക്. മഹാരാഷ്ട്രയിലെ പൂനെ നാസിക് 40 കിലോമീറ്ററോളം
ദൂരമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ നാസിക്കിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എംപിമാർ, MLA മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അവിടെയുള്ള ജനങ്ങൾ എന്നിവരുമായി കരാർ കമ്പനിയും NHAയും ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇത്തരം ആലോചനകൾ നടക്കാതെ പോയതിന്റെ അനന്തരഫലം കൂടിയാണ് ജനങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കാരണം. ആകെ കരാർ തുക 1608 കോടി. ഇതിൽ ഇനം തിരിച്ച് മാറ്റിവെച്ചിട്ടുണ്ട്. എഗ്രിമെന്റിനകത്ത് മാറ്റിവെച്ച് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ മരങ്ങൾ, KSEB, വാട്ടർ പൈപ്പ്, കേബിളുകൾ എന്നിവ റോഡിൽ നിന്നും മാറ്റി സ്ഥാപിക്കുന്നതിന് നീക്കിവെച്ചിട്ടുള്ള തുക 28 കോടി രൂപയാണ്. 28 കോടി രൂപ. RCC കവേർഡ് ഡ്രെയിനേജ് കാണാം പണിയുന്നതിന് 21.16 കോടി രൂപ. നിലവിലെ റോഡിന്റെ വികസനത്തിന്, അതായത് നിലവിലെ റോഡ് പറയുന്നത് സർവീസ് റോഡെന്നും അതിന്റെ വികസനത്തിന് എക്സ്പാൻഡ് ചെയ്ത് വികസിപ്പിക്കുന്നതിന് വെച്ചിട്ടുള്ളത് 42.71 കോടി രൂപ. നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ നിലവിലെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് 75 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രോജക്റ്റിൽ തുക ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓരോ ഇനം തിരിച്ച് ഇത്രയും തുക പ്രോജക്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുമ്പോൾ ഷിഫ്റ്റിംഗ് നടത്തി വെള്ളക്കെട്ടിന് പരിഹാരമായി കാണ നിർമ്മിച്ച് നിലവിലുള്ള NHന്റെ 4 വരി പാത 7 മീറ്റർ +1 എന്ന രീതിയിൽ നടത്തിയതിനു ശേഷം മാത്രം ആകാശപാതയുടെ നിർമ്മാണത്തിന്റെ തുടക്കം കുറിച്ചിരുന്നു എങ്കിൽ ഇത്രയേറെ മരണങ്ങളും അപകടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമായിരുന്നോ എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം. NHAയും കരാർ കമ്പനിയും വീണ്ടും വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇപ്പോഴും അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. 12.752 കിലോമീറ്റർ നീളത്തിൽ ദേശീയപാതയിൽ ഒരു വർഷക്കാലത്തിനിടയിൽ 30ഓളം പേർ റോഡ് അപകടങ്ങളിൽ മരിച്ച സംഭവം ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. എന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ കൈയും കെട്ടി നിൽക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ കളക്ടർ ഇതിനെ എത്രമാത്രം ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇങ്ങനെ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ പ്രവർത്തനത്തിന്റെ പരിണിതഫലമായി കച്ചവടം നിർത്തിപ്പോണ്ടി വന്നവർക്കും പോന്നവർക്കും നഷ്ടപരിഹാരം നൽകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാവണം. NHAയുടെ നിർമ്മാണ പ്രവർത്തനം മെയിന്റനൻസ് ജോലികളോ നടക്കുമ്പോൾ 100% മോർത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രം നടപ്പിലാക്കണം. മോർത്ത് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ, ഉപരിഗത മന്ത്രാലയത്തിന്റെ നിബന്ധനകൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പാലിക്കപ്പെടണം. എന്നാൽ മോർത്തിന്റെ എല്ലാ നിബന്ധനകളും കാറ്റിൽ പറത്തി നിയമലംഘനങ്ങളെ നടത്തിയിട്ടുള്ളൂ. അതിന്റെ ഫലങ്ങളാണ് ഈ ദുരന്തങ്ങൾ. ട്രാഫിക് തടസ്സം ഒഴിവാക്കാൻ ഗതാഗതം തിരിച്ചുവിടണമെന്നും അങ്ങനെ തിരിച്ചുവിടുമ്പോൾ ആ റോഡിലെ അറ്റകുറ്റപ്പണികൾ കരാർ കമ്പനി സ്വന്തം നിലയിൽ നടത്തണമെന്നും മോർത്തിന്റെ നിബന്ധനകളിലുണ്ട്. ഇതും നടപ്പിലാകുന്നില്ല. നാഷണൽ ഹൈവേയിലെ ബുദ്ധിമുട്ടുകൾ ഇട റോഡുകളിലും ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങി. 1.5 വർഷത്തിനിടയിൽ എത്ര ദിവസം ഗതാഗതം വഴിമാറി തിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് വളരെ ശ്രദ്ധാപൂർവം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഉയരപാത നിർമ്മാണ വേളയിൽ കരാർ കമ്പനിയുടെ സൗകര്യാർത്ഥം ഗിഡർ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ മാത്രമായി വാഹനം തിരിച്ചുവിടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വാഹനങ്ങൾ തിരിച്ചുവിടുന്ന കരാർ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഗതാഗതം തിരിച്ചുവിടുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഗതാഗത നിയന്ത്രണം കരാർ കമ്പനികൾക്ക് വേണ്ടി മാത്രമാണ് എന്ന രീതിയിലാണ്. ഉദാഹരണത്തിന് വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാക്കിയപ്പോൾ റോഡിന്റെ മെയിന്റനൻസ് പണി നടത്തുന്നതിന് പകരം അവർ അതിനേക്കാൾ കൂടുതൽ ചെയ്തത് ഉയരപാത നിർമ്മാണമാണ്. ശരിയായ രീതിയിലുള്ള പാരിസ്ഥിതിക പഠനം നടത്താതെ, കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് ശരിയായ പഠനം നടത്താതെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തിലൂടെ ദുരിതങ്ങൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു.
ഒട്ടനവധി സമരങ്ങളിലൂടെ നേടിയെടുത്ത സഞ്ചാര സ്വാതന്ത്ര്യം നിരീക്ഷിക്കപ്പെടുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ വലയുന്നു. ഈ ദുരന്തങ്ങളുടെ വേലിയേറ്റം നടക്കുന്നതിന്റെ ഫലമായി ചെറുതും വലുതുമായ ജനകീയ കൂട്ടായ്മകൾ നാട്ടിൽ താനെ ഉണ്ടാകുന്നു. ആരുടെയും അനുവാദം ചോദിക്കാതെ, ആരുടെയും നേതൃത്വമില്ലാതെ ജനങ്ങൾ സംഘടിക്കുന്നു. പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. ജീവിതം വഴിമുട്ടുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ശക്തി കൂടും എന്ന ഒരു തിരിച്ചറിവുണ്ടാവണം. കേരളയിൽ സമരത്തിൽ ജനകീയ കൂട്ടായ്മയുടെ ശക്തി നമ്മൾ ഇതിനു മുമ്പ് കേരളത്തിൽ കണ്ടതാണ്. ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെയും സമര പോരാട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. താൽക്കാലികമായ പരിഹാരമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ചെളിവാരി മാറ്റി ടൈലിട്ട് മഴ വരുമ്പോൾ വീണ്ടും അതില്ലാതായി വരുന്ന ഒരു താൽക്കാലികമായ പരിഹാരമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ശാശ്വത പരിഹാരമാണ്. ഷിഫ്റ്റിംഗ് നടത്തി, നടത്താത്തിടങ്ങളിൽ കുറച്ച് നടത്തിയിട്ടുണ്ട്, ബാക്കി നടത്തി, കാണ നിർമ്മിച്ച്, റോഡ് ടാർ ചെയ്ത്, റോഡ് വികസനം നടത്തിയതിനു ശേഷം മാത്രം ഉയരപ്പാത നിർമ്മാണത്തിലേക്ക് കടക്കുക. ഇത് രണ്ടും കൂടിയതാണ് ഈ പ്രോജക്ട്. ഡെവലപ്മെന്റ് ഓഫ് NH ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് കോറിഡോർ എന്ന് പറയുന്ന രണ്ടും കൂടിയ ഒരു പ്രോജക്ട്. ആ യാഥാർത്ഥ്യം മറച്ചു വെക്കരുത്. ജനത്തിന് ബുദ്ധിമുട്ടില്ലാതാകണമെന്നെങ്കിൽ ശാശ്വത പരിഹാരം വേണം. അതുമൂലം പ്രോജക്റ്റിന് കാലതാമസവും കരാറുകാർക്ക് സാമ്പത്തിക നഷ്ടവും ഉണ്ടായേക്കാം. എന്നാൽ ഇതിനെല്ലാം പാവപ്പെട്ട ജനങ്ങൾ ബലിയാടാകണമോ എന്നതാണ് ഈ വീഡിയോയിലൂടെ എന്റെ ചോദ്യം. ജനകീയ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നതോടൊപ്പം നിയമ പോരാട്ടത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ടോ എന്ന വിവരം കൂടി അറിയിക്കുന്നു. NH-ലൂടെ മോട്ടോർ സൈക്കിൾ സഞ്ചരിക്കുമ്പോൾ കുത്തിത്തോട് വെച്ച് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടത്ര മുൻകരുതലെടുക്കാത്തത് മൂലം കുത്തിത്തോട്ട് മുകളിൽ നിന്നും കമ്പി വീണ് പരിക്കേറ്റ ലിജിൻ സിറ്റിയുടെ പേരിൽ ഞാൻ മുൻകൈയെടുത്ത് ഒരു പൊതു താൽപര്യ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ഹർജിയിൽ കഴമ്പെട്ടെന്ന് കണ്ട് ഫയലിൽ സ്വീകരിച്ച് എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുണ്ട് എന്ന വിവരം കൂടി അറിയിക്കുന്നു. നാട്ടിൽ വികസനമുണ്ടാകണം. വികസനത്തിന് വേണ്ടി മനുഷ്യജീവനുകൾ ബലി കൊടുത്തും നാട്ടിൽ ദുരന്തങ്ങൾ വിതറിയും ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചും ആകരുത് വികസന പ്രവർത്തനങ്ങൾ.